السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. صدق الله العلي العظيم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم: قد أفلح المؤمنون. صدق رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം പരിശുദ്ധമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ബലാഅ് മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമുക്ക് പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സ്വർഗം സൃഷ്ടിച്ച ശേഷം സ്വർഗത്തിനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗം 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു: ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. സത്യവിശ്വാസി വിജയിച്ചിരിക്കുന്നു. ഇന്നി ഹറാമുൻ അലാ കുല്ലി ബഖീലിൻ വ മുനാഫിഖിൻ വ മുറാഇൻ. എല്ലാ പിശുക്കന്മാർക്കും കപടന്മാർക്കും ലോകമാന്യം കാണിക്കുന്നവർക്കും ഞാൻ നിഷിദ്ധമാണ് എന്ന് സ്വർഗം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. സത്യവിശ്വാസി വിജയിച്ചിരിക്കുന്നു. ഇന്നി ഹറാമുൻ അലാ കുല്ലി ബഖീലിൻ വ മുനാഫിഖിൻ വ മുറാഇൻ. എല്ലാ പിശുക്കന്മാർക്കും കപടന്മാർക്കും കപട വിശ്വാസികൾക്കും
അഹങ്കാരികൾക്കും ലോകമാന്യം കാണിക്കുന്നവർക്കും സ്വർഗം നിഷിദ്ധമാണ് എന്ന് സ്വർഗം പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഹദീസുകളിൽ നിന്ന് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയ സഹായം എപ്പോഴും കിട്ടുമെന്ന ഒരു ചിന്തയുണ്ടാകണം. അവിടെയാണ് നമുക്ക് യഥാർത്ഥ വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ അദ്ഖിയ പോലെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഈമാനു മർഇൻ ലാ യകൂനു തകാമുല ഹത്താ യറാനാ സംബി ഇബ്ലി മുസ്സിലാം. ബഹുമാനപ്പെട്ട അദ്ഖിയയുടെ മുസന്നിഫ് വളരെ ഭംഗിയായി നമ്മോട് ഉണർത്തുകയാണ്, മനുഷ്യരെ ഒട്ടകങ്ങൾക്ക് തുല്യമായി കാണുന്നത് വരെ ഒരാളുടെ വിശ്വാസം പരിപൂർണമാവുകയില്ല എന്ന്. വളരെ അർത്ഥവത്തായ വാക്കാണ് ബഹുമാനപ്പെട്ടവര് നമ്മെ സൂചിപ്പിക്കുന്നത്. ഇവിടേക്ക് നാം മനസ്സിലാക്കേണ്ടത് നാം ഒന്നുമല്ല എന്ന് ചിന്തിക്കണം. ലോകത്ത് ഒരുപാട് മനുഷ്യന്മാരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. നാം എടുത്തു നോക്കുകയാണെങ്കിൽ പല മതങ്ങളായിട്ട് തന്നെ മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മതവിഭാഗങ്ങൾ ലോകത്തുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്? ഇവിടെ അഹങ്കരിക്കാനോ ലോകമാന്യം കാണിക്കാനോ അല്ലെങ്കിൽ ധിക്കരിക്കുവാനോ അല്ല, മറ്റുള്ളവരെ ആക്രമിക്കുവാനുമല്ല. എന്നാൽ ഇന്ന് അതെല്ലാം മനുഷ്യന്മാര് മറന്നുകൊണ്ട് വർഗീയതയുടെ പിന്നാലെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈനംദിനം നാം വാർത്താ ചാനലിലൂടെയും അതുപോലെ മാധ്യമങ്ങളിലൂടെയെല്ലാം കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഓരോ വ്യത്യാസങ്ങളാണ്. ജനിച്ച നാട്ടിൽ പോലും മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കുവാനോ അതുപോലെ തന്നെ സ്വസ്ഥമായി ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവന്റേതായ കർമ്മങ്ങൾ ചെയ്യാൻ പോലും അവസരങ്ങൾ കൊടുക്കാത്ത തരത്തിലുള്ള ഓരോ നിയമങ്ങളാണ് ഇന്ന് കൊണ്ടുവരുന്നത്. എന്നാൽ മതം, ജാതി, ഭാഷ, വേഷങ്ങൾ, വർണ്ണം, മണ്ണ് തുടങ്ങിയവയുടെ പേരിൽ ജനങ്ങൾ വ്യത്യസ്തരായിരിക്കും. നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പല മതവിഭാഗങ്ങളുണ്ട്, ജാതികളുണ്ട്, ലോകത്ത് പല ഭാഷകളുണ്ട്, വേഷങ്ങളുണ്ട്, വർണ്ണങ്ങളുണ്ട്. എല്ലാ മണ്ണും ഒരുപോലെയല്ല, പല മണ്ണുകൾക്കും പല വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതൊന്നും മനുഷ്യർക്ക് തർക്കിക്കാനുള്ള കാരണങ്ങളല്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആശയങ്ങളോ ആചാരങ്ങളോ മറ്റൊരു സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് വർഗീയത എന്ന് പറയുന്നത്. നാം ശരിക്കും ചിന്തിക്കേണ്ട വിഷയങ്ങളാണത്. ഒരിക്കലും ഒരു മതത്തിന്റെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ ഇസ്ലാം അങ്ങനത്തെ ഒരു സംവിധാനം വെച്ചിട്ടില്ല. വർഗീയത എന്നതിന്റെ നിർവചനമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആശയങ്ങളോ ആചാരങ്ങളോ മറ്റൊരു സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കലാണ് അത് വർഗീയത എന്ന് പറയുന്നത്. മതത്തിന്റെയും ജാതിയുടെയും മറ്റ് ആശയങ്ങളുടെ പേരിൽ പരസ്പരം കലഹിക്കുന്നവരാണ് വർഗീയവാദികൾ തന്നെ. ഇതൊക്കെ കാലഘട്ടത്തിൽ പറയേണ്ടി വന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഓരോ പള്ളിയുടെ മിഹ്റാബുകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊന്നും
മുമ്പൊന്നും നമ്മുടെ പൂർവികർ ജീവിച്ച കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ എന്താണെന്ന്, വർഗീയത എന്താണെന്ന് പോലും അറിയാത്തവരായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രി 12 മണിക്ക് ശേഷം അടുത്ത നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ മനുഷ്യന്മാരും SIR എന്ന വിഷയത്തിൽ വളരെയധികം ഭയപ്പാടിലാണ്. എത്രത്തോളം 2002 അതുമായി ബന്ധപ്പെട്ട അന്ന് അവരുടെ പിതാക്കന്മാരോ അല്ലെങ്കിലുള്ള ആളുകൾ, ബന്ധങ്ങളിലുള്ള ആളുകളൊക്കെ ആ ലിസ്റ്റിൽ ഉണ്ടായാൽ മാത്രമാണ് അവർക്ക് ശേഷമുള്ള തലമുറകൾക്ക് ഇനി ഇന്ത്യയില് വലിയ അവകാശങ്ങൾ കിട്ടുകയുള്ളൂ എന്ന വാദഗതികളുമായി മുന്നേറുകയാണ്. എന്നാൽ കേരളക്കരയിൽ ജീവിക്കുന്ന നമുക്കതിനൊരിക്കലും പേടിക്കേണ്ട ആവശ്യങ്ങളില്ല. നമ്മുടെ ഓരോ വിഷയങ്ങൾക്കും വ്യക്തമായ രേഖകൾ നമ്മുടെ കൈകളിലുണ്ട്. നമ്മുടെ പൂർവികർ അത് കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വലിയ ആസൂത്രണം, ഇതിന്റെയൊക്കെ വലിയ കണ്ടുപിടുത്തങ്ങളും ഇത് ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന വർഗീയവാദികളായ ആളുകൾ നമ്മുടെ പല രാഷ്ട്രങ്ങളും വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ സമ്പത്തുപരമായിട്ടും ഒരു രീതിയിലുള്ള പുരോഗതി ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ പഴയ കാലങ്ങളിൽ വെള്ളപ്പൊക്കം വന്നു പോയപ്പോൾ ആ വെള്ളപ്പൊക്കത്തില് അവരുടെ രേഖകളൊക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയപ്പോൾ അപ്പോൾ ഭീകരവാദികളായ ആളുകൾ, തീവ്രവാദികളായ ആളുകൾ അവരത് വളരെ വ്യക്തമായി മനസ്സിലാക്കി അതുപോലെയുള്ള രേഖകളൊക്കെ കൊണ്ടുവരാൻ പറയുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് രേഖകൾ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ രീതിയിൽ അവരെ പുറത്താക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളുമാണ് ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാനിവിടെ സൂചിപ്പിച്ചില്ലേ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചവരാണ്. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അവരെ പരാജയപ്പെടുത്താൻ ഏതെല്ലാം ശക്തികൾ വന്നാലും അതൊരിക്കലും നടക്കുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കൽവിൽ എന്തുണ്ടാകണം? വിശ്വാസവും ഈമാനും ഉണ്ടാകണം. അത് പോയി കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ വർഗീയത എന്താണെന്ന ചോദ്യത്തിന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? തന്റെ വിവാദത്തിനെ, അക്രമത്തിന് സഹായിക്കുന്നതാണ് വർഗീയത എന്ന് പറഞ്ഞാൽ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വർഗീയത എന്നാൽ തന്റെ വിവാദത്തിനെ, അക്രമത്തിന് സഹായിക്കുന്നതാണ് വർഗീയത. നമ്മുടെ ആളുകൾ തെറ്റുകൾ ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്നതും അതിന് അംഗീകാരം നൽകുന്നതും അതും വർഗീയത തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരാൾ സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ തിരുത്തി കൊടുക്കലും അതിൽ നിന്ന്, ആ തിന്മയിൽ നിന്ന് ആ മനുഷ്യരെ നന്മയിലേക്ക് കൊണ്ടുവരലും ആ തിന്മയെ കണ്ട വ്യക്തിയുടെ ബാധ്യതയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തിന്മക്കെതിരെ മുഖം നോക്കാതെ നിലപാടെടുക്കണമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അവിടെ വാപ്പ എന്നില്ല, മകനെന്നില്ല, ഭാര്യ എന്നില്ല, ഭർത്താവ് എന്നില്ല. തിന്മ കണ്ടു കഴിഞ്ഞാൽ മുഖം നോക്കാതെ നിലപാടെടുക്കണം. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. ചിലപ്പോൾ പക്ക മോശത്തരമായിരിക്കും ഒരു വ്യക്തിയിൽ നിന്ന് കാണാനിടയാകുന്നത്. എന്നാൽ അതിനെ തിരുത്തി കൊടുക്കാനോ അതിനെ ഉണർത്തി കൊടുക്കാനോ തയ്യാറാകുന്നില്ല. അങ്ങനെ തിരുത്തി കൊടുക്കാനോ
അങ്ങനെ പറഞ്ഞു കൊടുത്താലോ അത് വലിയ മോശമായില്ലേ? അവർ തമ്മിലുള്ള ബന്ധങ്ങൾ തന്നെ ഇല്ലാതെയാവുകയാണല്ലോ എന്ന നിലപാടാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. റസൂലുള്ള പഠിപ്പിച്ചത് എന്താണ്? തെറ്റ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കുന്നതും അതിനെ അംഗീകാരം നൽകുന്നതും അത് വർഗീയത തന്നെയാണ്. തെറ്റിനെതിരെ ശബ്ദിക്കണം, തിന്മക്കെതിരെ മുഖം നോക്കാതെ നിലപാടെടുക്കണം. ഇതാണ് നമ്മുടെ നേതാവ് അസ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പാരമ്പര്യമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ലോകത്ത് ഇത്രയും അധികം അക്രമങ്ങളും അനീതികളും വർഗീയതകളും അഴിച്ചുവിട്ടപ്പോൾ പോലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പതറാതെ ഇടറാതെ ഓരോ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പലസ്തീൻ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഒസ എടുത്താൽ നമുക്കറിയാം, ഇവിടെയൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി. പക്ഷേ അവിടെ ഈമാനികമായ ആവേശത്താൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നതുപോലെ നാം നമ്മുടെ ഓരോ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സത്യമായിട്ടും നമുക്കതിൽ വലിയ ഹൈറാത്തുകൾ ഉണ്ടാകുന്നതാണ്, വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്നതാണ്. രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ തച്ചു തകർക്കാൻ വേണ്ടി അധികാര ബലത്തിന്റെ ഫാഷിസങ്ങളെല്ലാം അവരുടെ എല്ലാ പത്തികൾ വിടർത്തി ആടുകയാണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആടുകയാണ്. ഇന്ന് ഏതെല്ലാം തരത്തിൽ കുറെ നാൾ മുമ്പ് NRCയും CAയും അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ അതിന്റെയൊക്കെ ഒരു സൈഡ് തന്നെയാണ് SIR എന്നുള്ള കാര്യങ്ങൾ. രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സമത്വവും കവർന്നെടുക്കുന്ന കരി നിയമങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പത്രങ്ങൾ വായിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഓരോ വീഡിയോകളും ഓരോ ചാനലുകളിലൂടെ ഓരോ വാർത്തകളും കേൾക്കുന്നവരാണ്. എന്നാൽ ഇന്നുള്ള വാർത്തയല്ല നാളെയുള്ളതല്ല മറ്റന്നാള്. കാരണം എന്താ? ഇവിടെയൊക്കെ നാം ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. ഒരു നിയമങ്ങളും ഇന്ന് ലോകത്ത് കൊണ്ടുവന്നാൽ അത് വിജയിക്കുകയില്ല എന്നതിന്റെ വലിയ യാഥാർത്ഥ്യമാണത്. എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് കൊണ്ടുവന്നത്, എന്നാൽ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടന അനുവദിക്കുന്ന മൗലിക അവകാശങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന അവകാശം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ ഭരണഘടനയല്ല. അതെല്ലാം വളരെ ആലോചിച്ചും ചിന്തിച്ചും വർഷങ്ങൾ എടുത്തുകൊണ്ട് ഒന്നോ രണ്ടോ ആളുകളല്ല, ഒരുപാട് ആളുകളുടെ വലിയ കൂട്ടായ്മയോടുകൂടി വളരെ ഭദ്രമായ രീതിയിൽ ആർക്കും ഒരു കേടുവരാത്ത രീതിയിൽ ഇവിടെ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരുപാട് ഭാഷക്കാരുണ്ട്, അതുപോലെ തന്നെ വേഷക്കാരുണ്ട്, ജാതികളുണ്ട്. എന്നാൽ ആർക്കും ഒരു ഭംഗം വരാത്ത, ഒരു കോട്ടം വരാത്ത രീതിയിലാണ് ആ ഭരണഘടന സംവിധാനിച്ചിരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും സംഘികളുടെ ഭരണങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ആ ഭരണഘടനകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാമെന്ന് വിചാരിക്കുമ്പോൾ അതൊരിക്കലും നടക്കുകയില്ല. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ആരാധനകൾ നിർവഹിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയുള്ള നാടാണ് നമ്മുടേത്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കണം വിഷയത്തെ കുറിച്ച്. ഇപ്പോൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങളാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും വെള്ള വസ്ത്രങ്ങളാണോ? അല്ല, പല നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അത് ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങളാണ്. നമ്മുടെ ഭരണഘടന പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും അതുപോലെ ആരാധനകൾ നിർവഹിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണകൂടമാണ്
ആ ഭരണഘടനയുടെ നമുക്ക് നൽകുന്നത്. അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം ശക്തികൾ വന്നുകൊണ്ട് ഇതൊക്കെ തകർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഹിജാബിനെതിരെ ശബ്ദം വളരെ 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 അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതാ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹിജാബിനെതിരെയുള്ളത്. അതുപോലെ ബീഫ് കഴിക്കുന്നത് തെറ്റായി ചിത്രീകരിക്കുകയാണ്, അത് കഴിക്കാൻ പാടില്ല. അതുപോലെ മസ്ജിദുകൾ തകർക്കാനും അതിനെ അതിനെ ഓരോ ചർച്ചകളായി മാറ്റുവാനും അതുപോലെയുള്ള കാര്യങ്ങളായി മാറ്റുവാനും ഇവിടെ പല തന്ത്രങ്ങളും നനഞ്ഞുകൊണ്ട് പല യുക്തിവാദികളും അതുപോലെ തന്നെ വർഗീയവാദികളും രംഗപ്രവേശനം നടത്തുകയാണ്. ഒരിക്കലും അതൊന്നും അനുവദിക്കാൻ പാടില്ല, അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇന്ത്യ എന്നുള്ളത് അത് വലിയ സന്തോഷത്തിന്റെ രാജ്യമാണ്. നമ്മുടെ രാജ്യം വർഗീയ ഭ്രാന്തിന്റെ പിടിയിലാണ് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ദിവസവും രാത്രി 12 മണിക്ക് ശേഷം ഓരോ നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നിയമങ്ങൾ. ഇപ്പോൾ ഗൾഫിലുള്ള ആളുകളൊക്കെ വളരെയധികം ടെൻഷനിലും വലിയധികം പ്രയാസത്തിലുമാണ്. കാരണം 30 ദിവസത്തിനുള്ളിൽ SIR എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കൃത്യമായ രീതിയിൽ പൂരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീക്കണമെന്ന് അത് ഔദ്യോഗികമായ തീരുമാനങ്ങൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ള വലിയ ആശങ്കയിലാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, അതിനൊക്കെ വ്യക്തമായ രൂപരേഖകളുണ്ട്. കാരണം ലോകത്തിന്റെ വലിയ അന്തസ്സിനും അഭിമാനത്തിനും നിലനിൽപ്പിനും വേണ്ടി തന്നെയാണ് വലിയ സന്തോഷകരമായ രീതിയിൽ നമ്മുടെ മുൻഗാമികൾ പല ഭരണഘടനകൾ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ആ ഭരണഘടന അനുസരിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യന് വേദന വരുന്നില്ല, ഒരു മനുഷ്യന് പ്രയാസങ്ങൾ വരുന്നില്ല. എന്നാൽ ഇന്ന് അതൊക്കെ മാറ്റിയിട്ട് മനുഷ്യനെ വേദനിപ്പിക്കുന്ന, മനുഷ്യനെ പേടിപ്പിക്കുന്ന തരത്തിലാണ് നാം പഠിക്കുന്ന നമ്മുടെ മക്കളുടെ പാഠപുസ്തകങ്ങൾ പോലും എടുത്തു നോക്കുകയാണെങ്കിൽ ആ പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും ചരിത്രങ്ങളെ പോലും തിരുത്തിയിരിക്കുകയാണ്. നമ്മളൊന്നും പഠിച്ചതുപോലെയല്ല. നമ്മൾ പഠിച്ചപ്പോൾ പല ചരിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ വിശദ വിവരങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ നമ്മുടെ ഹിസ്റ്ററികളിൽ ഉണ്ടായിരുന്നു. ഇന്ന് നാം അത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററികളിൽ നിന്ന് അതിനെയൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനെയൊക്കെ നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ പേരിൽ? വർഗീയതയുടെ പേരിലാണ്. എന്നാൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്താ? തിന്മക്കെതിരെ മുഖം നോക്കാതെ നിലപാടെടുക്കണം. ഇവിടെ നമുക്ക് രാഷ്ട്രീയമല്ല വലുത്. നാം മനസ്സിലാക്കണം, നാം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഛിന്ന ഭിന്നമാകലല്ല. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ആ നിലനിൽപ്പിനും ഇന്ത്യയുടെ ഭരണഘടനയുടെ ആ നിയമങ്ങൾ നമ്മുടെ നാട്ടിലും അത് എടുക്കണമെന്ന് തന്നെയാണ്. ആ ഓരോ ഭരണഘടനകളെയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, നമുക്ക് ശേഷമുള്ള നമ്മുടെ തലമുറകളും അവരും സന്തോഷകരമായ രീതിയിൽ ജീവിക്കണം, അവരും മുന്നേറണം. ആ ഒരു വലിയ അടിസ്ഥാനമാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നാം കരുതിക്കൊണ്ട് നാം അത്തരം കാര്യങ്ങൾക്ക് എതിരെ ശബ്ദിച്ചുകൊണ്ട് നാം മുന്നേറുമ്പോൾ തീർച്ചയായും അല്ലാഹുവിന്റെ സഹായങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അതല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത്, യദുല്ലാഹി അലൽ ജമാഅ. അതാ സംയുക്തമായി നിൽക്കുന്ന ഐക്യത്തോടുകൂടി കൂട്ടുറപ്പോടുകൂടി നിന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ആരാ പഠിപ്പിച്ചത്? നമ്മുടെ അനിശ്ചിത നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ആ ഒരു ഐക്യമാണ് നമുക്ക് വേണ്ടത്. ഹബിബില്ലാഹ്, ആ ശക്തമായ കയറിനെ നമ്മൾ അങ്ങ് മുറുകെ പിടിക്കണം, പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം. ഇന്നതല്ല നടക്കുന്നത്.
ഇന്നോ ഏതെങ്കിലും ഒരു ഇലക്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു സംവിധാനങ്ങൾ കടന്നു വരുമ്പോൾ നാം നമ്മുടെ പാർട്ടി എന്ന നിലയിലാണ് നാം മുന്നേറുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെതിരെ നാം സംസാരിക്കുകയും അതിനെതിരെ നാം പ്രവർത്തിക്കുകയും വേണം. നാം ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി, ഓസ്ട്രേലിയ മക്കൾക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നാം ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം വളരെ ഭംഗിയോടുകൂടി റാലികൾ നടത്തിയില്ലേ? എന്തിനു വേണ്ടിയാണ്? അവിടെ നമ്മൾ വേഷവിധാനങ്ങൾ നോക്കിയാണോ? അല്ല. അവിടെ നിറങ്ങൾ നോക്കിയാണോ നമ്മൾ ചെയ്തത്? അല്ല. അവിടെ നാം നോക്കിയത് മനുഷ്യത്വം എന്നുള്ള ആ വലിയ അംഗീകാരത്തെയാണ്. നമ്മെ പോലെ മജ്ജയും മാംസവും വികാരവും വിചാരവുമുള്ള നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ നാം രംഗത്തേക്ക് ഇറങ്ങിയത്. എന്നതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി മുന്നേറുമ്പോൾ തീർച്ചയായും ഒരു ശക്തികൾക്കും നമ്മെ പരാജയപ്പെടുത്താൻ പറ്റുകയില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആ സത്യവിശ്വാസികളെ പരാജയപ്പെടുത്താൻ ലോകത്ത് ഒരു ശക്തികൾക്കും കഴിയുകയില്ല. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആ വരികളിലേക്ക് നാം മടങ്ങണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ഉണർത്തുകയാണ്, ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. എന്താ പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിന്റെ ആ വചനത്തിലൂടെ അല്ലാഹു നമ്മോട് ഉണർത്തുന്നത് എന്താണ്? പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പവിത്രമായ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഐഹിക ജീവിതത്തെയും അതിന്റെ അലങ്കാരത്തെയും. ആ അലങ്കാരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോകത്ത് ഒരുപാട് സംവിധാനങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങളിലേക്കല്ല അല്ലാഹു നോക്കുന്നത്, അല്ലെങ്കിൽ നീ നടത്തിയതായ ആ കർമ്മത്തിലേക്കല്ല അല്ലാഹു നോക്കുന്നത്. ലയ്യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഹജ്ജ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. അത് ഉളുഹിയ്യത്തിൽ പറഞ്ഞതാണെങ്കിൽ അതിന്റെ അവസാനം അല്ലാഹു പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ തഖ്വയാണ് അവനിലേക്ക് എത്തുന്നത്. നമ്മുടെ ഇഖ്ലാസാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത്. നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ആ ഇഖ്ലാസാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത്. നാം നടത്തുന്ന ആ ബലിമൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ അല്ലാഹുവിലേക്ക് എത്തുന്നില്ല. പക്ഷേ അല്ലാഹുവിലേക്ക് എത്തുന്നത് യനാൽ ഉത്തഖ്വാ മിൻകും എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ തഖ്വയാണ് അല്ലാഹുവിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ട് തന്നെ നാം ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ തീർച്ചയായും പടച്ച റബ്ബിന്റെ സഹായങ്ങൾ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിലോ നാം വലിയ അപകടങ്ങളിലേക്കാണ് ചെന്നു ചേരുന്നത്, വലിയ പ്രയാസങ്ങളിലേക്കാണ് നാം ചെന്നു ചേരുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ബദറിൽ തന്നെ ഉഹദിൽ തന്നെ ഓരോ ചരിത്ര സംഭവങ്ങൾ എടുത്തു നോക്കിക്കോ. ഇതിനേക്കാൾ അപ്പുറമായ ഒരുപാട് ഭീഷണികളും ഒരുപാട് പ്രയാസങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിടേണ്ടി വന്നില്ലേ? ആ സമയത്ത് പോലും മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പതറാതെ അവിടുത്തെ ഈമാനികമായ ആവേശത്തോടുകൂടി തഖ്വയോടുകൂടി അല്ലാഹുവിലേക്ക് മുന്നേറിയെങ്കിൽ ആ ഒരു കരുതലും ആ ഒരു തീരുമാനവുമാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. SIR ഇന്ത്യൻ പൗരനാണെന്ന് സ്വയം തെളിയിക്കുന്നവർക്ക് മാത്രം വോട്ടവകാശം നൽകുന്ന SIR വോട്ടവകാശത്തിന്റെ രാജ്യം ഇന്ന് വരെ പുലർത്തി വന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന നാം മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ മുസ്ലിമീങ്ങളാണ്. ആ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ചവരാരാണ്? മുസ്ലിമീങ്ങളാണ്. ചരിത്രങ്ങളിലേക്ക് നാം മടങ്ങണം. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. നാം വിശ്വസിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദ് റസൂലുള്ള എന്ന കലിമത്ത് തൗഹീദിന്റെ വാക്താക്കളാണ് നമ്മൾ. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് പോലും അത് ഭരണഘടന എന്താണെന്ന് പോലും അറിയാത്ത ഒരു ലോകത്തുണ്ട്. കാരണം എന്താ? നമ്മൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല, നാം മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. അതൊക്കെ വലിയ അപകടങ്ങളാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ വോട്ടവകാശത്തിൽ രാജ്യം ഇന്നുവരെ പുലർത്തി വന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഏത്? SIR എന്നുള്ളത്. വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വ്യക്തിയുടെ പൗരത്വം വ്യാജമാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് അധികാരികളുടെ ചുമതലയാണ്. അധികാരികളുടെ ചുമതലയാണ്. വ്യാജമാണെങ്കിൽ അത് തെളിയിക്കൽ അധികാരികളുടെ ചുമതലയാണ്, പൗരന്മാരല്ല. എന്നാൽ SIR-ലെ ചട്ടങ്ങൾ പ്രകാരം നാം മനസ്സിലാക്കുന്നത് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചില കമ്മീഷന്മാർ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ശരിക്കും ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഒട്ടുമായി 12ഓളം രേഖകളാണ് ഇന്ന് ഒരു ഇലക്ഷനുമായി നാം ഒരു പൗരനാണെന്ന് തെളിയിക്കണമെങ്കിൽ 12ഓളം രേഖകൾ ഉണ്ടാക്കണം. ഇന്ന് ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ വോയിസ് കേൾക്കാനിടയായി. അദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛനൊക്കെ മരണപ്പെട്ടു പോയി. അവർ പഠിച്ച സ്കൂളിൽ നിന്ന് അവരുടെ സർട്ടിഫിക്കറ്റ്, ആ കാലഘട്ടത്തിൽ സ്കൂളുണ്ടോ? സ്കൂളിൽ പ്രത്യേകമായ സർട്ടിഫിക്കറ്റ് സംവിധാനങ്ങളുണ്ട്. അത് ഹാജരാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് എവിടെ നിന്ന് ഹാജരാക്കാനും നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ ശരിക്കും നാം മനസ്സിലാക്കേണ്ടത് ബീഹാർ, അതുപോലെ ഹരിയാന, കർണാടക, ഇങ്ങനെയുള്ള ഒരുപാട് ഇടങ്ങളിൽ, അതുപോലെ പല രാജ്യങ്ങളിലെല്ലാം ഒരു കാലത്ത് വെള്ളപ്പൊക്കം വന്നു പോയപ്പോൾ അന്ന് അവരുടെ രേഖകളൊക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ഈ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇവിടെ മനസ്സിലായി ഇന്നൊന്നും അത് കിട്ടാൻ പോകുന്നില്ല എന്ന്. എന്നാൽ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഇവരെയൊക്കെ നമുക്കെന്താ പുറത്താക്കിയിട്ട് അവരുടെ ആളുകളെയൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് അങ്ങനെ നമുക്ക് ഭരണം കാഴ്ചവെക്കാം എന്നുള്ള വലിയ അജണ്ടയാണ് ഇതിന്റെയൊക്കെ പിന്നാലെ കളിക്കുന്ന കളികൾ. എന്നാൽ ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരുപാട് വസ്തുതകളുണ്ട്. നാം വെറുതെ നിസ്സാരമായി കണ്ണടിച്ചു പോയി കഴിഞ്ഞാൽ നാം ഒന്നും അല്ലാതെ ആയി പോവുകയാണ്. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഏത്? തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് തെരഞ്ഞെടുപ്പ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഇത് ദുർബലമാക്കും. ഏത്? SIR എന്നുള്ള സാധനം വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഇത് ദുർബലമാക്കും. പൗരന്റെ തുല്യാധികാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് ഏത്? വോട്ട് എന്നുള്ളത്. അതൊരു പൗരന്റെ അവകാശമാണ്. അവകാശത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. എന്നാൽ അത് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ വേണമെങ്കിൽ എങ്ങനെ നടക്കും? അപ്പോൾ ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് നമ്മെ നന്നാക്കാനല്ല, നമ്മെ ഇല്ലായ്മ ചെയ്യാനാണ്. വോട്ടിന്റെ വിശ്വസ്തത നഷ്ടമായാൽ തിരഞ്ഞെടുപ്പ് സുതാര്യതയും നീതിയും നഷ്ടമാകും. നാം ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വോട്ടിന്റെ വിശ്വസ്തത നഷ്ടമായി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സുതാര്യതയും നീതിയും നഷ്ടമാകും. വോട്ടർ പട്ടികയുടെ വിശ്വസ്തതയിൽ സന്ദേഹം ജനിച്ചാൽ തുറന്ന അന്വേഷണം നടത്തി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുകയാണ് കമ്മീഷൻ ചെയ്യേണ്ടത്. അത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൃത്യമായി ഞാനും വളരെ തുറന്നടിച്ച് പറയുകയാണ്. ഓരോ മഹല്ലുകളും കേന്ദ്രീകരിച്ച് ഇത്തരം കാര്യങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടി ഇടപെടണം. പള്ളിയിലെ മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, ജനങ്ങളുടെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടിയും പള്ളി പരിപാലന സമിതികൾ ഒരു മഹല്ലിന്റെ കീഴിൽ ഇത്ര അംഗത്വമുണ്ടെങ്കിൽ അവരുടെ സെൻസസ് എടുത്ത് അവരിൽ ആർക്കാണ് ഇതിന് അവകാശമില്ലാത്തത്, ആരാണ് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് എന്ന് ഓരോ പള്ളിയിലും കമ്മിറ്റി പരിപാലന സമിതികൾ രംഗത്ത് വന്നുകൊണ്ട് അവരുടെ മൗലികാവകാശങ്ങൾ നഷ്ടപ്പെടാതെ പ്രവർത്തിക്കാൻ തയ്യാറാകണം. അങ്ങനെ ഓരോ മഹല്ലുകളും ഇടപെടുമ്പോൾ തീർച്ചയായും
നമ്മുടെ ഇടയിൽ ഒരിക്കലും ഒരു വിള്ളൽ വരുന്നില്ല. നമ്മളിൽ നിന്ന് ആരും പുറത്തു പോകുന്നില്ല. എല്ലാവർക്കും വളരെ എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങൾ കിട്ടുകയാണ്. ഇതിനെ തുടർന്ന് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം പോലെ പറയാനും മനസ്സിലാക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള വർഗീയതകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് തന്നെ ഇല്ലായ്മ ചെയ്യുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് നൊന്തുകൊണ്ട് അവന്റെ ഇലാഹായ അല്ലാഹുവിലേക്ക് അവൻ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തട്ടിക്കളയുകയില്ല എന്ന ആ പരമ യാഥാർത്ഥ്യം, ആ വിശ്വാസം ഓരോ മുസ്ലിമിന്റെയും ഹൃദയങ്ങളിൽ ഉണ്ടാകണം എന്ന് മാത്രം ഈ സമയത്തുണർത്തി എന്റെ വാക്കിൽ നിന്ന് ഞാൻ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.